റോയൽ എൻഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു ശബ്ദമുണ്ട്. അതെ, റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് ബുള്ളറ്റിലാണ്. പക്ഷേ എങ്കിലും നിരവധി മറ്റു വാഹനങ്ങൾ റോയൽ എൻഫീൽഡ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. റോയൽ എൻഫീൽഡ് 1901കളിലാണ് മോട്ടോർ സൈക്കിളെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 1955 പ്രവേശിച്ചിരുന്നത്. അങ്ങനെ റോയൽ എൻഫീൽഡ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്കൂട്ടർ സെഗ്മെന്റ് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഐറ്റമാണ് റോയൽ എൻഫീൽഡിന്റെ ഫെൻഡാബുലസ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം. ഇത് 1962 തൊട്ട് 1970s വരെയായിരുന്നു ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇത് തന്നെയാണ് ഇറ്റ് വാസ് ദ ഓൺലി സ്കൂട്ടർ ദാറ്റ് റോയൽ എൻഫീൽഡ് എവർ മെയ്ഡ് എന്നും പറയാം. ഇതിനൊരു 173cc സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 7.5 bhp കരുത്തായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇത് തന്നെയായിരുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് സ്കൂട്ടർ. ഡൈന സ്റ്റാർട്ടോട് കൂടിയ ഇലക്ട്രിക് സ്റ്റാർട്ടോട് കൂടി വന്നിരുന്ന സ്കൂട്ടർ ഇതായിരുന്നു. നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന ഐറ്റം. ഇത് നമ്മളെല്ലാവരും VIP എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിരിക്കും. ഇത് റോയൽ എൻഫീൽഡിന്റെ മോഫയാണ്. ഇതൊരു മിനി മോപ്പഡ് ആട്ടോ. പക്ഷേങ്കിൽ ഇതിന് സസ്പെൻഷൻ സെറ്റപ്പ് ഒന്നുമില്ല. ഈ ഒരു വാഹനം ഒരു 25cc സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിൻ ആണ് ഉള്ളത്. ഇത് ഏകദേശം 0.8 bhp കരുത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 30 km/h. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇതാണ് റോയൽ എൻഫീൽഡ് 50. റീബാറ്റ് ചെയ്ത സൂറാബ് KS50 ആണ് ഈ കാണുന്നത്. 1980s തൊട്ട് 1990s വരെ ആയിരുന്നു ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 97 കിലോഗ്രാം ആയിരുന്നു. അതുപോലെ തന്നെ 50cc ഉള്ള ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. 6 bhp കരുത്തായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 3 സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ നൽകിയിരുന്നു. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നെക്സ്റ്റ് വൺ ആണ് റോയൽ എൻഫീൽഡിന്റെ സിൽവർ പ്ലസ്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സൂറാബ് GS എന്ന് പറയുന്ന വാഹനമായിട്ടാണ്. 1980s ഇതും വന്നിരുന്നത്. ഇതിനും 50cc ഉള്ള ഒരു സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നു നൽകിയിരുന്നത്. 6 bhp കരുത്തായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇതിന് നൽകിയിരുന്നത് ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ഷിഫ്റ്റേഴ്സ്, 3 സ്പീഡ് ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഗിയർ ഷിഫ്റ്റേഴ്സ് ആയിരുന്നു നൽകിയിരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന ഐറ്റം. ഇതാണ് റോയൽ എൻഫീൽഡ് ഫ്യൂരി എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 1959 ഇറങ്ങിയ സുഡാബ് KS 175നെ റീബാറ്റ് ചെയ്ത വെർഷനാണ് ഈ കാണുന്നത്. ഇത് കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. 163cc ഉള്ള ഒരു സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നു ഇതിന് നൽകിയിരുന്നത്. ഇനി പറയുവാണെങ്കിൽ നമ്മുടെ തണ്ടർബേർഡിന്റെ ചേട്ടൻ, ഇതാണ് റോയൽ എൻഫീൽഡ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. 1997 തൊട്ട് 2003 വരെ ആയിരുന്നു ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇതിനൊരു 535cc ഉള്ള ഒരു കാസ്റ്റ് അയൺ എഞ്ചിനായിരുന്നു നൽകിയിരുന്നത്. ഇതൊരു 4 സ്പീഡ് ട്രാൻസ്മിഷനോട് കൂടിയാണ് ബന്ധിപ്പിച്ചിരുന്നത്. ഇനി പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിളിലെ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തം കൊണ്ടുവന്ന വണ്ടി, അതാണ് ഈ കാണുന്ന ഐറ്റം. ആ ശബ്ദം തന്നെ കേട്ടില്ലേ, ഡീസൽ ബുള്ളറ്റ് ആണ്. ഇതിന്റെ പേരാണ് ടോറസ് എന്ന് പറയുന്നത്. ഇതിനൊരു 325cc ഉള്ള ഒരു ഡീസൽ എഞ്ചിനായിരുന്നു നൽകിയിരുന്നത്. ഏകദേശം 6.5 HP ആയിരുന്നു, 15 Nm ടോർക്ക് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷേങ്കിൽ വളരെ മികച്ച രീതിയിൽ ഫ്യൂവൽ എഫിഷ്യന്റ് ആയിരുന്നു. 1993 തൊട്ട് 2000 വരെ ആയിരുന്നു ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇത് വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആട്ടോ. അത് വളരെ മാസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, അതും ഡീസൽ എഞ്ചിനോട് കൂടി. എങ്ങനെ ഇരിക്കുന്നു? ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോയൽ എൻഫീൽഡ് വാഹനം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.